ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഗ്ലോ വിത്ത് സാൻഡി. അപ്പോൾ ഇന്ന് ഹെയർ കെയർ ചാലഞ്ച് ഡേ 31 ആണ്. അപ്പോൾ ഇന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടർമറിക് ഹെയർ ഓയിൽ അതാണ് എടുത്ത് റെമഡി ആയിട്ട് ഉപയോഗിക്കേണ്ടത് മുടിയിൽ. അപ്പോൾ ഇതിൽ ഞാൻ എടുത്തിരിക്കുന്നത് കാസ്റ്റർ ഓയിലും പിന്നെ കോക്കനട്ട് ഓയിൽ കുറച്ച്, അതായത് കോൾഡ് പ്രസ്ഡ് ഹെയർ ഓയിൽ. ഓക്കെ, കോക്കനട്ട് ഹെയർ ഓയിൽ, പിന്നെ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ്, പിന്നെ കുറച്ച് ടർമറിക്കാണ്. ഇത് ഇത്രയും ചെറുതായി ചൂടോടെ നന്നായി മസാജ് ചെയ്തിട്ട് ജസ്റ്റ് വാഷ് ചെയ്തിട്ടുണ്ട് എൻ്റെ മുടി. അപ്പോൾ ഇത് ഞാൻ കുളി കഴിഞ്ഞിട്ടും ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് സ്കാൽപ്പിൽ മാത്രം മസാജ് ചെയ്ത് വിടേണ്ടതാണ്. ഞാൻ അപ്ലൈ ചെയ്തിട്ട് കാണിക്കാം. ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഉടക്കെല്ലാം മാറ്റുക. കുറച്ച് നനവുണ്ട് മുടിയിൽ, പക്ഷെ സെമി ഡ്രൈ ആയിട്ടുണ്ട് എൻ്റെ മുടി. ഓക്കെ, സെമി ഡ്രൈ ആയിട്ട് വേണം നിങ്ങൾക്ക് ചെറുതായിട്ട് തലയൊട്ടിയിൽ മുടിയിലും തേച്ച് കൊടുക്കാവുന്നതാണ്. ഇത് ഞാൻ സ്കാൽപ്പിൽ മസാജ് ചെയ്യുന്നുണ്ട്. ഇത്ര ജസ്റ്റ് എടുക്കുക. ഞാൻ കുളിക്കുന്ന മുമ്പ് തന്നെ മസാജ് ചെയ്തിട്ടുണ്ട്. സ്കാൽപ്പിൽ ശ്രദ്ധിക്കുക, നല്ല അമർത്തിയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ എത്രയൊക്കെ ഓയിൽ മസാജ് ചെയ്യുന്നു അത്ര മുടിക്ക് നല്ലതാണ്. ഓക്കെ, മുടിയിലത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതുണ്ട്. ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഞാൻ. എൻ്റെ മുടി ഒന്ന് ഫ്രിസ് ആയതുകൊണ്ടാണ് ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് വിടുന്നത്. ഹെയർ ഷാഫ്റ്റിലൊക്കെ ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് വിടുക. ജസ്റ്റ് സ്കാൽപ്പിൽ മാത്രം നിങ്ങളുടെ കൈ തലയോട്ടിയിൽ കൈ വിരലുകൾ ഇങ്ങനെ ജസ്റ്റ് തേച്ച് വിടേണ്ടതാണ്. ഇതിൽ മഞ്ഞൾ ചേർത്തിയത് എന്തിനാണെന്ന് വെച്ചാൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതാണ് മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത്. പിന്നെ സ്കാൽപ്പിൽ ഉണ്ടാവുന്ന ഒരു ഇൻഫെക്ഷനൊക്കെ മാറ്റാനും ഇത് സഹായിക്കും. പിന്നെ താരൻ അകറ്റാനും സഹായിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ചെറിയ നനവോട് കൂടി തന്നെ ഞാൻ മസാജ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരുപാട് ഡ്രൈ ഫ്രീസി ഹെയർ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. നിങ്ങൾ എയർ ഡ്രൈ ആക്കിയിട്ട് ഇല്ലെങ്കിൽ ലൈറ്റായിട്ട് ഹെയർ ഡ്രൈ വെച്ചിട്ട് ജസ്റ്റ് ഉണക്കിയെടുക്കേണ്ടതാണ്. എന്നിട്ട് നിങ്ങൾ ഇത് ഹോട്ട് ഓയിൽ മസാജ് ചെയ്ത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സ്കാൽപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേണം നന്നായി ഒരു 10-15 മിനിറ്റോളം മസാജ് ചെയ്ത് ബണ്ണാക്കി കെട്ടി വെക്കേണ്ടതാണ്. ഇത്രയാണ് 31st ചെയ്യേണ്ടത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ആംല പിന്നെ കറി ലീഫ്, അത് ഒരു ആംല എടുക്കുക. അത് നന്നായി അത് തോലൊക്കെ എടുത്തിട്ട് നന്നായി കറി ലീഫും പിന്നെ ഒരു കുറച്ച് വേപ്പിലയും ഇത് ഇത്രയും ചേർത്തിട്ട് നന്നായി മിക്സിയിലടിച്ച് അതിൻ്റെ ചാറ് പിഴിഞ്ഞെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ തലയോട്ടിയിലൊക്കെ ഒന്ന്
തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകി കളയാവുന്നതാണ്. ഓക്കെ, അത് നെക്സ്റ്റ് ഡേ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഹെയർ പാക്കായിട്ട് ചെയ്യാം. പിന്നെ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നൈറ്റ് എപ്പോഴും സ്കാൽപ്പ് മസാജ് 5-10 മിനിറ്റോളം ചെയ്താൽ മതിയാവും. ഇത്രയൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടത്. പിന്നെ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ 1 ലിറ്റർ വെള്ളമോളം 1-1.5 ലിറ്റർ വരെ വെള്ളം കുടിക്കേണ്ടതാണ്, അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ തലയോട്ടി നന്നായി ഹെൽത്തി ആയിട്ടിരിക്കാനും ഇത് സഹായിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടാണ് കാണേണ്ടത്. പിന്നെ അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനലിൽ. പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.